Wika Education Solutions. Hi students. Currently MBBS in abroad ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒത്തിരിയേറെ ഡൗട്ട്സ് ഉണ്ടാവും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണല്ലേ. കറന്റ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന നോംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ആണോ? അതും അഫോർഡബിൾ ഫീസിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? എത്രയാകും ഏകദേശം ഫീസ് സ്ട്രക്ചർ? ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ടാണ്. സോ MBBS ഇൻ എബ്രോഡ് ചൂസ് ചെയ്യാൻ കറന്റ്ലി ഏറ്റവും ബെസ്റ്റ് കൺട്രി ഏതാണ്? ആ കൺട്രിയിലെ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലാണ് നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ഇത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നോംസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. 2019 വരെ MCIയുടെ അണ്ടറിലായിരുന്നു MBBS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും ഇറങ്ങിയിരുന്നത്. 2021 MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ മാറി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വന്നു, അതായത് NMC വന്നു. ഈ NMC നമ്മുടെ ഉണ്ടായിരുന്ന നോംസിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ടും 5 റൂൾസ് ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ മീഡിയം ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി ഇംഗ്ലീഷ്. അതായത് നമ്മൾ ഏത് കൺട്രിയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ MBBS കംപ്ലീറ്റ് ചെയ്യുന്നത്, MBBSന്റെ മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് മസ്റ്റ് ആയിരിക്കണം എന്നുള്ളത്. സെക്കൻഡ്ലി പറയുന്ന ഒരു കാര്യമാണ്, ഒരു സ്റ്റുഡന്റ് എബ്രോഡ് പോയി പഠിച്ചു കഴിഞ്ഞാൽ 54 മന്ത്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. അതായത് മിനിമം 54 മാസം ആ സ്റ്റുഡന്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യണം. കൂടാതെ 12 മാസം, ഒരു വർഷം, അതായത് ഒരു വർഷം ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണെന്നുള്ളതും NMCയുടെ നോംസിൽ പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്ന ഒരു മെയിൻ കാര്യമാണ് ലൈസൻസ് കിട്ടണം എന്നുള്ളത്. അതായത് നമ്മൾ ഏത് കൺട്രിയിലാണോ പോയി പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് കിട്ടിയിരിക്കണം. അതായത് ലൈസൻസ് ടു പ്രാക്ടീസ് എന്ന് ക്ലിയർലി NMCയുടെ നോംസിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ, ഒരു കുട്ടി MBBSന് ജോയിൻ ചെയ്ത് അന്നേക്ക് 10 വർഷത്തിനുള്ളിൽ തന്നെ ആ സ്റ്റുഡന്റ് നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അതായത് 2024 സെപ്റ്റംബർ ഇൻടേക്കിൽ ഒരു സ്റ്റുഡന്റ് MBBSന് ജോയിൻ ചെയ്യുവാണ് എങ്കിൽ 2034 സെപ്റ്റംബറോട് കൂടി ആ കുട്ടി തിരിച്ച് ഇന്ത്യയിൽ വന്ന് നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ആ സ്റ്റുഡന്റിന് തിരിച്ച് ഇന്ത്യയിൽ നോർമലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത്രയുമാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നോംസ് ഉള്ളത്. ഇനി നമ്മുടെ സ്റ്റുഡൻസിനുള്ള ഒരു ഡൗട്ട് ആയിരിക്കും, ഫീസ് സ്ട്രക്ചർ ഒക്കെ എബ്രോഡ് MBBS ചൂസ് ചെയ്യുമ്പോൾ ഏതൊക്കെയായിരിക്കും കുറവെന്നുള്ളത്. സോ നമ്മൾ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ നോംസും ഇൻഫ്രാസ്ട്രക്ചറും അഫോർഡബിൾ ഫീസും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കറന്റ്ലി ഉള്ളതിൽ ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഏഷ്യൻ കൺട്രിയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി വരുന്നത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ഉസ്ബെക്കിസ്ഥാനിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 2023 കൂടി ഏകദേശം 200ഓളം മലയാളി വിദ്യാർത്ഥികളാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ MBBSന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ദ മെയിൻ ഹൈലൈറ്റ് ഓഫ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. ഇന്റർനാഷണൽ ഫാക്കൽറ്റീസ് മീൻസ് അതിൽ ഒരു ഫാക്കൽറ്റി ഇന്ത്യൻ ഫാക്കൽറ്റിയാണ് ഫ്രം കാസർഗോഡ് നിന്നാണ് ഉള്ളത്. ഏകദേശം 28 ലക്ഷം 28 lakhs ഫീസിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ MBBS പഠനം ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് 28 lakhs. ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ മെസ്സും ലേഡീസ് ഹോസ്റ്റൽ സെപ്പറേറ്റ് ആയിട്ടും അവൈലബിൾ ആണ്. സോ 2024 MBBS ഇൻ അബ്രോഡ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത്. സോ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറിനും ഒരു ഫ്രീ കൗൺസിലിംഗ് സെക്ഷനും ആയിട്ട് കോൺടാക്ട് വിക എഡ്യൂക്കേഷൻ.